കണ്ണൂരിൽ നിന്നുള്ള തത്സമയ ദൃശ്യം കാണാം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ പരീക്ഷണ പറക്കൽ വിജയകരമായി കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്നും പറന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേയിലേക്ക് വിമാനം പറന്നിറങ്ങുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ കാണാം. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ പുതുതായി നിർമ്മിച്ച റൺവേയിലേക്ക് പരീക്ഷണ പറക്കൽ വിമാനം പറന്നിറങ്ങാൻ പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശ്രീകിരൺ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങളുമായുണ്ട്. കിരൺ, ഉദ്ഘാടനമായോ? എന്താണ് വിശദാംശങ്ങൾ? ഗോപികൃഷ്ണൻ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പരീക്ഷ പറക്കലിന്റെ ആദ്യഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നുള്ള ഡോണിയർ വിമാനം, ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചെറുവിമാനമായ ഡോണിയറാണ് ഇപ്പോൾ ആകാശത്ത് വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അത് റൺവേയിലേക്ക് ഇറങ്ങും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ റൺവേയിൽ പൂർത്തിയായിട്ടുണ്ട്. ഇതിനെ നിയന്ത്രിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള സിഗ്നൽ സംവിധാനങ്ങളാണ്. കാരണം ഇവിടെ ഇപ്പോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമൊന്നും പണി കഴിപ്പിച്ചിട്ടില്ല. അതിന്റെ പ്രവർത്തനങ്ങൾ സജ്ജമല്ല. അതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നുള്ള എയർ ട്രാഫിക് കൺട്രോൾ റൂം വഴിയാണ് ഈ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ഇവിടെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനും തന്നെ വിമാനം റൺവേയിൽ ഇറങ്ങാൻ സാധിച്ചേക്കും. അത് ആദ്യഘട്ടം എന്ന നിലയിൽ ഇവിടെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ ലഭിച്ചെങ്കിൽ മാത്രമേ ഇവിടെ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും ആയിരക്കണക്കിന് ആളുകൾ, ഈ പ്രദേശവാസികൾ ഈ സ്ഥലത്തെല്ലാം തന്നെ സംഭരിച്ചിരിക്കുന്നു. അവർ അവരുടെ നാട്ടിലേക്ക് ഒരു വിമാനത്താവളം വരുന്നതിന്റെ എല്ലാ വിധത്തിലുള്ള ആഘോഷവും അവരുടെ ഒരു പ്രതീക്ഷയും എല്ലാം തന്നെ ആളുകളുടെ മുഖത്ത് കാണാം. അവർ അത് കാണാൻ വേണ്ടി നൂറുകണക്കിന് ആളുകൾ ഇവിടെ എത്തിയിരിക്കുന്നു. അവർ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ആ വിമാനത്തെ അഭിവാദം ചെയ്യുന്ന തരത്തിൽ, അത്തരത്തിലുള്ള സന്തോഷം പ്രകടിപ്പിക്കുന്ന തരത്തിൽ ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതേ സമയത്ത് തന്നെ CPM-ന്റെ ഒരു പ്രതിഷേധ സമരം അത് മട്ടന്നൂരിൽ നടക്കുന്നുണ്ട്. കാരണം ഈ വിമാനത്താവളം വേണ്ടത്ര മുൻകരുതലില്ലാതെ, പ്രവർത്തനം പൂർത്തിയാക്കാതെ, പണി കഴിക്കാതെ ഒരു ഉദ്ഘാടനത്തിന് വേണ്ടി മാത്രമായി നടത്തുന്ന ഒരു കാര്യമാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണെന്ന തരത്തിലാണ് CPM-ന്റെ ഒരു ആരോപണം. അത് വ്യക്തമായിക്കൊണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ട് CPM ഇപ്പോൾ മട്ടന്നൂരിൽ പ്രതിഷേധ കൂട്ടായ്മ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വിമാനം ഏതാണ്ട് ഈ എയർപോർട്ടിന് സമീപമായിട്ട് ഇപ്പോഴും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇത് ഇവിടെ ലാൻഡ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പക്ഷേ വേണ്ട സിഗ്നൽ നിർദ്ദേശങ്ങളെല്ലാം തന്നെ കോഴിക്കോട് നിന്നുമാണ് ലഭിക്കേണ്ടത്. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ, അതിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ ആ വിമാനം ഇവിടെ ഇറങ്ങൂ. ഏതായാലും 9:15 തന്നെ വിമാനം ഇവിടെ ഇറങ്ങുമെന്നാണ് കരുതപ്പെടുന്നത്. മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ മന്ത്രി JC ജോസഫ് അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ റൺവേയിൽ വിമാനം ഇറങ്ങിയതിനു ശേഷമായിരിക്കും അവർ വേദിയിലേക്ക് പോവുക. വേദിയിൽ വെച്ച് ലാൻഡ് ചെയ്യാൻ വേണ്ടി വിമാനം എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് അത് ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിമാനം അല്പസമയത്തിനകം തന്നെ ലാൻഡ് ചെയ്യുന്നതായിരിക്കും. കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിന്റെ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ നിന്നുള്ള സിഗ്നലുകളാണ് ആ വിമാനത്തിൽ ലഭിക്കുന്നത്. അവിടെ നിന്നാണ് നിർദ്ദേശങ്ങൾ പാലിക്കാൻ വേണ്ടിയാണ് അവർ ഇപ്പോൾ വട്ടമിടുക. ഇതാണ്ട് മലബാറിന്റെ തന്നെ വികസനത്തിന് കുതിച്ചുകൊണ്ട്, അതിനൊരു ഗാന്ധി കുതിച്ചുകൊണ്ട് ഇതാണ്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനം കണ്ണൂർ അന്താരാഷ്ട്ര എയർപോർട്ടിലേക്ക് കടന്നിരിക്കുന്ന ആളുകളുടെ ഒരു ആവേശം, അവരുടെ ഒരു ആവേശം കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വിമാനം ഏറ്റവും അധികം മലബാറിന്റെ വികസനം തന്നെ അതിന്റെ പ്രതീക്ഷകൾക്ക് കരുത്തേക്കൊണ്ട് വിമാനം ലാൻഡ് ചെയ്തിരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നു. ഈ ചെറുവിമാനമായ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ചെറുവിമാനമായ ഡോണിയർ ആണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അതിൽ ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇന്ത്യൻ വ്യോമയാന മന്ത്രാലയം അതിനുവേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും ആ വിമാനത്തിൽ കയറാൻ പാടില്ല. 10 പേർ മാത്രമാണ് ആ വിമാനത്തിൽ കയറാൻ സാധിക്കൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു തരത്തിലുള്ള VIP-കളോ ആരും തന്നെ ആ വിമാനത്തിൽ കയറാൻ പാടില്ല. ഇപ്പോൾ ഇതാ വിമാനം ഇവിടെ ലാൻഡ് ചെയ്തിരിക്കുന്നു. ഉമ്മൻചാണ്ടി അടക്കമുള്ള, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ ഈ റൺവേയുടെ സമീപത്തുണ്ട്. അവർ അല്പസമയത്തേക്കും തന്നെ വേദിയിലേക്ക് എത്തും. ചടങ്ങുകൾ തുടങ്ങേണ്ടതുണ്ട്. ഏതായാലും ഈ ഒരു ഏറെക്കാലം കാത്തിരുന്ന, പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലാണ് ഇപ്പോൾ കണ്ണൂർ ജനത സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. മട്ടന്നൂരിലെ ജനത ഒന്നടങ്കം തന്നെ ഇവിടെ എത്തുന്ന ഒരു കാഴ്ച. ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു. രാഷ്ട്രീയ പ്രമുഖർ, അതുപോലെ തന്നെ സാധാരണ നാട്ടുകാർ, ഈ സ്ഥലത്തു നിന്നും കുടിവയ്പ്പിക്കപ്പെട്ട അല്ലെങ്കിൽ
അല്ലെങ്കിൽ സ്ഥലം വിട്ടുകൊടുക്കേണ്ടി വന്ന ആളുകൾ ഒക്കെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഒരു കാഴ്ച അവർ തന്നെ രാവിലെ മുതൽ തന്നെ ഇവിടെ എത്തിയിരുന്നു. ഇതാ ഇപ്പോൾ വിമാനം റൺവേയിൽ പറന്നിറങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ അതിലെ ഉദ്യോഗസ്ഥർ ഇറങ്ങും. മുഖ്യമന്ത്രി അടക്കമുള്ളവർ അവരെ സ്വീകരിക്കും. അതിനുശേഷമായിരിക്കും ചടങ്ങുകൾ ആരംഭിക്കുക. ഗോപികൃഷ്ണൻ, കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിനായി ഏതാനും നിമിഷങ്ങൾ നമുക്ക് ഇനിയും കാത്തിരിക്കേണ്ടതുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ ആദ്യ വിമാനം ഇറങ്ങിയിരിക്കുന്നു, ലാൻഡ് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡോണിയർ വിമാനമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയിരിക്കുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തിന് ഏതാനും മിനിറ്റുകൾ കൂടി കാത്തിരുന്നാൽ മതി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് പോകും. ആയിരക്കണക്കിന് നാട്ടുകാർ വിമാനം പറന്നിറങ്ങുന്നത് കാണാനായി തടിച്ചുകൂടിയിട്ടുണ്ട്. ശ്രീകിരണാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശ്രീകിരൺ, എന്താണ് നാട്ടുകാരുടെ ഒരു പ്രതികരണം? മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഗോപീഷൻ, കാലത്ത് മുതൽ തന്നെ നാട്ടുകാർ ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു. കാരണം ഇവിടെ വളരെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. CPM-ന്റെ പ്രതിഷേധം ഉണ്ട്, അതേ തരത്തിലാകുമെന്ന ഒരു ആശങ്ക അത് പോലീസിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കർശനമായ സുരക്ഷാ സന്നാഹമാണ് എയർപോർട്ടിലും അതിന്റെ പരിസരത്തുമായിട്ട് ഏർപ്പെടുത്തിയിരുന്നത്. എന്നാൽ കാലത്ത് മുതൽ തന്നെ ഏതാണ്ട് 6:00 തന്നെ ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. അവർക്ക് വേണ്ടി പവലിയിൽ ഒരുക്കിയിട്ടുണ്ട് ആളുകൾക്ക് ഇരിക്കാൻ വേണ്ടി. അവരെ ഉപയോഗിച്ചാണ് ആളുകളെ നിയന്ത്രിച്ചിരുന്നു. പക്ഷേ ആളുകളെല്ലാം തന്നെ വിമാനം എത്തുന്ന ഒരു സമയം 9:08 തന്നെ ആളുകളെല്ലാം തന്നെ ഈ ഒരു എയർപോർട്ടിന്റെ റൺവേക്ക് സമീപത്തേക്ക് തടിച്ചുകൂടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. കാരണം കണ്ണൂർ ജനതയുടെ ഒരു ഏറെക്കാലത്തെ ഒരു ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ അവർ കാത്തിരുന്ന ഒരു നിമിഷം അതാണ് ഇന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും വിവാദങ്ങൾ ഒരുപാടുണ്ട്, പല പ്രശ്നങ്ങളുമുണ്ട്. എങ്കിൽ പോലും ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി, ഈ ഒരു സമയത്തിന് വേണ്ടി, കാരണം ഒരുപാട് പ്രവാസികളുള്ള ജില്ലയാണ് കണ്ണൂര്, അതുപോലെ തന്നെ കാസർഗോഡും. ഈ ജനതയ്ക്കെല്ലാം തന്നെ ആശ്വാസമായിക്കൊണ്ട് അവർക്ക് അവരുടെ നാട്ടിലേക്ക് പുറത്തുനിന്നുള്ളവർക്ക് പറന്നിറങ്ങാനുള്ള ഒരു അവസരം പോലും ലഭിക്കുമെന്നതിന്റെ മുന്നോടിയായി അതുകൊണ്ട് തന്നെ അവർ വളരെയധികം ആഘോഷത്തിലാണ്, വളരെ ആവേശത്തിലാണ്. നിരവധി ആളുകൾ തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഏതാണ്ട് ഇപ്പോൾ നമുക്ക് നൽകാൻ സൂചന അനുസരിച്ച് കിയാലിന്റെ അധികൃതർ പറഞ്ഞതനുസരിച്ച് ഈ ഒരു പണി പൂർത്തിയായാൽ ഏതാണ്ട് 67 ലക്ഷം ആഭ്യന്തര യാത്രക്കാർ ഒരു വർഷം ഇവിടെ ഉണ്ടാകും. അതുപോലെ തന്നെ ഏതാണ്ട് 50 ലക്ഷത്തോളം തന്നെ പുറത്തുള്ള യാത്രക്കാർ ഇവിടെ എത്തുമെന്നാണ് അവരുടെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് വളരെ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഇപ്പോൾ 1600 മീറ്റർ റൺവേയുടെ പണിയാണ് പൂർത്തിയായിരിക്കുന്നത്. 1600 മീറ്റർ റൺവേയിലേക്കാണ് ഇപ്പോൾ വിമാനം ഇറങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 2200 ഇപ്പോൾ പണി പൂർത്തിയായിട്ടുണ്ട്. 2200 കിലോമീറ്റർ റൺവേയുടെ പണി പൂർത്തിയായിട്ടുണ്ട്. മൂന്നാം ഘട്ട നിലയിൽ 3050 മീറ്ററും അതിനുശേഷം 3400 മീറ്ററും അതിനുശേഷം 4000 മീറ്ററുമായി റൺവേ വികസിപ്പിക്കും. പക്ഷേ ഈ 4000 കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ വിമാനം പറന്നിറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി ഇവിടെ നിന്ന് ഒരു ടേക്ക് ഓഫ് ഉണ്ടോ? ഈ മട്ടന്നൂർ കിരൺ കേൾക്കുന്നുണ്ടോ? മട്ടന്നൂർ എയർപോർട്ടിന് സമീപമായി മട്ടന്നൂർ ടൗണിലാണ് CPM ജില്ലാ സെക്രട്ടറി MV കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡോണിയർ വിമാനം ഇറങ്ങിയിരിക്കുന്നു. പരീക്ഷണം ഇറക്കൽ പൂർണ്ണമായി വിജയിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഔദ്യോഗിക ഉദ്ഘാടനം ആരംഭിക്കും, ചടങ്ങുകൾ ആരംഭിക്കും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ വേദിയിലേക്ക് നീങ്ങുകയാണ്. ആയിരക്കണക്കിന് നാട്ടുകാർ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ കാണാൻ, വിമാനം പറന്നിറങ്ങുന്നത് കാണാൻ പ്രദേശവാസികളെല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. രാവിലെ 6:30 മുതൽ തന്നെ അവർ കാത്തിരിക്കുകയാണ്. അല്പം മുൻപാണ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡോണിയർ വിമാനം കണ്ണൂർ വിമാനത്താവളത്തിലെ റൺവേയിൽ പറന്നിറങ്ങിയത്. ശ്രീകിരണാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത്. കിരൺ, വിമാനത്താവളത്തിന്റെ റൺവേയിൽ അല്പം മുൻപ് പറന്നിറങ്ങിയ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഡോണിയർ വിമാനം 10 മിനിറ്റിന് ശേഷം അവിടെ നിന്ന് ടേക്ക് ഓഫ് ചെയ്യും. വിമാനത്താവളത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം ആ സമയത്തായിരിക്കും നടക്കുക. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ വേദിയിലേക്ക് നീങ്ങുകയാണ്. ആയിരക്കണക്കിന് നാട്ടുകാർ വിമാനത്താവളത്തിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. ഏറെക്കാലത്തെ കണ്ണൂരിന്റെ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ ആദ്യ വിമാനം പരീക്ഷണ ഘട്ടത്തിൽ പറന്നിറങ്ങിയിരിക്കുന്നു വിജയകരമായി.
അല്പസമയത്തിനകം തന്നെ വിമാനം ടേക്ക് ഓഫ് ചെയ്യും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധി ശ്രീകിരൺ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന്.